തുടരുകയാണ്. സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ആശുപത്രികളിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നുണ്ട്. ഈ ജീവിതം, ഇവരുടെ ശ്രീലങ്കൻ ജനതയുടെ ജീവിതം സാധാരണ നിലയിലാകാൻ ഇനിയും സമയമെടുക്കും. എന്നാലും ശ്രീലങ്കയിൽ ഈ കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മഴ ശക്തമാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളപ്പൊക്കം ഈ ജനജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട്. ആളുകൾക്ക് കടയിൽ പോകാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ്. വലിയ ക്ഷാമം, ഭക്ഷണത്തിനടക്കം ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളടക്കം ശ്രീലങ്കയിൽ ഇപ്പോൾ ഉണ്ട്. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, വീടുകൾ, കുന്നിൻ പ്രദേശങ്ങളായ കാൻഡി, സുവാര ഏലിയ എന്നിവിടങ്ങളിൽ ആണ് ചുഴലിക്കാറ്റ് വ്യാപകമായ നാശം വിതച്ചത്. കാൻഡിയിൽ മാത്രം 80-ലേറെ പേരാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ദുരന്തം ശ്രീലങ്ക നേരിടുന്ന സമയത്ത് ഇന്ത്യ ശ്രീലങ്കയെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. തുടക്കം മുതൽ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു കരുതൽ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. വലിയ സഹായം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശ്രീലങ്കയ്ക്ക് ലഭ്യമായി നമ്മൾ കണ്ടതാണ്. വീണ്ടും ആ കരുതൽ ഉണ്ടാകുന്നു, ആ ഒരു ചേർത്ത് പിടിക്കൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വീണ്ടും ആ സഹായം ഏതു തരത്തിലാണ് ശ്രീലങ്കയിലേക്ക്, ലങ്കയിലേക്ക് എത്തുന്നത്? ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളെല്ലാം ശ്രീലങ്കയ്ക്ക് സഹായ ഹസ്തം നീട്ടുന്നുണ്ട്. ഇന്ത്യ ആദ്യ ദിവസം തന്നെ ഓപ്പറേഷൻ സാഗർ ഇതിനായി ആവിഷ്കരിച്ചിരുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ ദുരന്ത ബാധിതർക്കായുള്ള അവശ്യ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, കിറ്റ്, ഹൈജീൻ കിറ്റ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇന്ത്യൻ എയർഫോഴ്സ് ശ്രീലങ്കയിൽ എത്തിച്ചിരുന്നു. ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ സഹായ ഹസ്തം നീട്ടുന്നത്. രാജ്യത്തെ വീണ്ടെടുക്കൽ വേണ്ടി ശ്രീലങ്ക ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ശ്രീലങ്കൻ സർക്കാർ വിദേശ സഹായം തേടിയിട്ടുണ്ട്. സംഭാവനകൾ രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായി ലോകരാജ്യങ്ങളെ സഹായം തേടിയിട്ടുണ്ട്. ഇന്ത്യ ആദ്യ ദിവസം മുതൽ തന്നെ INS വിക്രം മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ശ്രീലങ്കയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 334 എന്നുള്ള സങ്കടകരമായ റിപ്പോർട്ട് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ഒപ്പം ദുരന്ത ബാധിതരുടെ എണ്ണം 12 ലക്ഷമായതാണ് ശ്രീലങ്കൻ സർക്കാർ വ്യക്തമാക്കിയത്.